ഹായ് ഗൈസ്, അപ്പം ഞാനിത് ഇന്ന് സാധനം ഉണ്ടാക്കിയാലോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സവാള ചപ്പാത്തി അല്ലെങ്കിൽ സവാള ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചോപ്പർ എടുത്തതിനകത്തേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, ഒരു കുഞ്ഞു വെളുത്തുള്ളി എടുത്തിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി, ഇതൊരു 3 സ്പൂൺ ഗോതമ്പ് പൊടി ആയിട്ട് ഞാൻ എടുത്തേക്കണേ. അതുകൊണ്ട് അതും ഈ നമ്മുടെ സവാളയുടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചതും പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊരു തിക്കായിട്ട് ഞാൻ കുഴച്ചെടുത്തു. ഒരു 1/4 to 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ കുഴച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാകാണ്ട് ഇങ്ങനെ ഇട്ടാൽ നമുക്കിങ്ങനെ പരത്താൻ പറ്റണം. അങ്ങനെ അപ്പം ഞാൻ ജസ്റ്റ് അതിനകത്ത് ഒരു കുഞ്ഞ് ബൗളിൽ ഒരു ഇത്തിരി വെള്ളം എടുത്തിട്ട് കയ്യിലിങ്ങനെ തടവിട്ടാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. ഞാൻ സ്പൂൺ വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ അത് ഫ്ലോപ്പായി ഗൈസ്. ഞാനത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്ത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഇത് മൊരിച്ച് നല്ല ക്രിസ്പി ആക്കി എടുത്തു. മൊരിച്ചാലാട്ടോ ടേസ്റ്റുകൾ. തണുത്ത് പോയി ഇങ്ങനെ വാടിയിരിക്കും. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ സ്പൂൺ വെച്ചിട്ട് ട്രൈ ചെയ്തപ്പോഴത്തേക്കും ചട്ടിക്ക് പാൻ ചൂടുകൊള്ളായതുകൊണ്ട് തെന്നി പോയായിരുന്നു. എന്നിട്ട് ഞാനിതിപ്പോൾ ഒരു സ്റ്റൂ ഇരിക്കണ്ടായിരുന്നു, ഞാൻ അത് വെച്ചാൽ കഴിച്ച് നോക്കിയത്. അത് വെച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറുതെ നമുക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റ്. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ്. ജസ്റ്റ് മീൻചാറ് ഉണ്ടെങ്കിലും മതി, നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.